മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രത്തിൽ അനധികൃത നിയമനം. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലാണ് അനധികൃത നിയമനം. ജോലിക്ക് അപേക്ഷിക്കാത്ത ആൾക്കും ജോലി ലഭിച്ചു. അനധികൃത നിയമനത്തിന്റെ തെളിവുകൾ 24 ലഭിച്ചു. ഗൂഗിൾ കെ വേണുഗോപാലുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി മലപ്പുറത്തുനിന്ന്. ഗൂഗിൾ, എന്തൊക്കെയാണ് വിവരങ്ങൾ? മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തിരുനാവായ ദേവസ്വത്തിന് കീഴിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ജോലിക്ക് അപേക്ഷിക്കാത്ത വ്യക്തിക്ക് അനധികൃത നിയമനം നൽകിയതായിട്ടുള്ള രേഖ 24 പുറത്തുവിടുന്നത്. അതായത് 14/11/2021 നന്ദസുന്ദരൻ എന്ന വ്യക്തി മരിച്ചതിനെ തുടർന്നാണ് തിരുനാവായ ദേവസ്വത്തിൽ ഒരു ഒഴിവ് വരുന്നത്. അതിനെ തുടർന്ന് 12/8/2022 വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും 12/10/2022 ഇന്റർവ്യൂ നടത്തുകയും ചെയ്തു. എന്നാൽ ഈ വിജ്ഞാപനത്തിൽ അപേക്ഷിക്കുകയോ ഇന്റർവ്യൂവിന് പങ്കെടുക്കുകയോ ചെയ്യാത്ത പുഷ്പലത എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ നിയമനം ലഭിച്ചിട്ടുള്ളത്. 12/6/2023 ഇവർക്ക് നിയമന ഉത്തരവ് ലഭിക്കുകയും 15/6/2023 ഇവർ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് മലബാർ ദേവസ്വം ബോർഡിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് നൽകിയതായിട്ടുള്ള രേഖയാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. ഇവർക്ക് നൽകിയിട്ടുള്ള നിയമന ഉത്തരവ് പ്രകാരം ഈ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത 7ാം റാങ്കുകാരിയായ പുഷ്പലതയെ ഇന്ന സ്ഥാനത്തേക്ക് നിയമിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു ഉത്തരവ്. എന്നാൽ ആ റാങ്ക് ലിസ്റ്റ് പട്ടിക പരിശോധിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ 7ാം റാങ്കുകാരി പുഷ്പലതയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2025 മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രത്യേക സ്പെഷ്യൽ ടീം ഈ തിരുനാവായ ദേവസ്വത്തിനും മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള സാമൂതിരി ദേവസ്വത്തിന് കീഴിലെ വിവിധ ക്ഷേത്രങ്ങളിലും നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിൽ നിയമനങ്ങളിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനെതിരെ ഒരു നടപടിയെടുക്കാൻ മലബാർ ദേവസ്വം ബോർഡ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഗൂഗിൾ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.